ഹലോ എൻ്റെ പേര് സിൽസ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താജ്മല്ലു നെക്സ്റ്റ് ഡോർ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനാണ്. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇത് ഞാൻ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സ്കിൻ കെയർ റുട്ടീനാണ്. എൻ്റെ സ്കിന്നിൻ്റെ സ്യൂട്ട് ആവുന്ന പ്രോഡക്ട്സ് ഞാൻ പലതും ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നിയ ഒരു കുറച്ചധികം പ്രോഡക്ട്സ് വെച്ചിട്ട് ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മോർണിംഗ് റൂട്ടീനാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് അത് ഹെൽപ്പ് ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. നമ്പർ 1 ക്ലെൻസിങ്ങിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഇതാണ്. കോജിസാൻ്റെ ഈ സോപ്പാണ്. നിങ്ങൾ ക്ലെൻസ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും നിങ്ങളുടെ സ്കിന്നിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ടുള്ള പ്രോഡക്ട്സ് വേണം യൂസ് ചെയ്യാനായിട്ട്. നിങ്ങളുടെ സ്കിൻ ഇപ്പോൾ കോമ്പിനേഷൻ സ്കിൻ ആണോ, ഡ്രൈ സ്കിൻ ആണോ, അതോ ഓയിലി സ്കിൻ ആണോ, പിമ്പിൾസ് പ്രോൺ ആണോ, അങ്ങനെയൊക്കെ നോക്കിയിട്ട് സെൻസിറ്റീവ് ആണോ, അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ പ്രോഡക്റ്റ് ചൂസ് ചെയ്യാനായിട്ട്. ചിലപ്പോൾ കുറേ പ്രോഡക്റ്റ്സ് ട്രൈ ഔട്ട് ചെയ്യുമ്പോഴത്തേക്കുമായിരിക്കും നിങ്ങൾക്ക് ഒരെണ്ണം സ്യൂട്ട് ആകുന്നത്. അപ്പോൾ ആ പ്രോഡക്റ്റ്സ് പിന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാം. പിന്നെ ഈ ടാച്ചയുടെ ഈ ഒരു ഫോമിങ് ക്ലെൻസർ ഉണ്ട്. ഇതും എനിക്കിഷ്ടമാണ്. എൻ്റെ ഫേസിന് സ്യൂട്ട് ആവുന്ന ഒരെണ്ണമാണ്. എൻ്റെ ഫേസ് നല്ല ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പം ഈ ഒരു സാധനവും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഫേസ് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്നീ നമുക്ക് നാച്ചുറലി ഡ്രൈ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു നല്ല ക്ലീൻ ടവൽ വെച്ചിട്ട് പാഡ് ഡ്രൈ ചെയ്തെടുക്കാം. സ്റ്റെപ്പ് നമ്പർ 2, ടോണിങ്. എൻ്റെ ടോണറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് 2 പ്രോഡക്ട്സ് ആണ്. ഒന്ന് ആൽസിൻ്റെ ഈ ഫെർമെൻറ്റഡ് റൈസ് വാട്ടറും പിന്നെ ഗ്ലോ റെസിപ്പിയുടെ ഈ ഒരു വാട്ടർമെലൺ ഗ്ലോ എന്ന് പറയുന്ന ടോണറുമാണ് യൂസ് ചെയ്യാറുള്ളത്. ഈ പ്രോഡക്റ്റ് ഞാൻ ഇപ്പോൾ അടുത്തിടയ്ക്കാണ് യൂസ് ചെയ്ത് തുടങ്ങിയത്. ഞാൻ രണ്ടും യൂസ് ചെയ്യാറുണ്ട് മോർണിംഗിൽ. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുമ്പോൾ എൻ്റെ ഫേസ് കുറച്ചുകൂടി ഗ്ലോ ആവുന്നത് പോലെ തോന്നാറുണ്ട്. അതുപോലെ ഇത് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ബേസിക്കലി ടോണർ യൂസ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പോഴ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ആയി വരും. അപ്പോൾ അതൊന്ന് മിനിമൈസ് ചെയ്യാനും പിന്നെ സ്കിൻ ഹൈഡ്രേറ്റ് ആക്കാനും എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ഒക്കെയാണ് ഈ ടോണിങ് സ്റ്റേജ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റൈസ് വാട്ടറിന്റെ സെറം ഞാൻ മുഖത്തേക്ക് സ്പ്രേ ചെയ്യാറാണ് പതിവ്. എന്നിട്ട് അതിനെ നാച്ചുറലി ഡ്രൈ ചെയ്യാനായിട്ട് വിടും. നമ്മൾ ഏത് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്താലും ഒരു 30 സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് വേണം നെക്സ്റ്റ് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഗ്ലോ റെസിപ്പിയുടെ ടോണർ യൂസ് ചെയ്യുവാണ്. ടോണർ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളിങ്ങനെ റബ്ബ് ചെയ്യരുത്. ചെറുതായിട്ട് ഇതുപോലെ പാഡ് ഡ്രൈ ചെയ്തിട്ട് ഫിംഗർ വെച്ച് വിഗിൾ ചെയ്ത് ഇങ്ങനെ അബ്സോർബ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇതാണ് സെക്കൻഡ് സ്റ്റേജ്, ടോണിങ്. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് സെറം ആണ്. സെറം നമ്മുടെ ഫേസിന്റെ നീഡ് അനുസരിച്ചിട്ടുള്ള സെറം നമുക്ക് യൂസ് ചെയ്യാം. സെറത്തിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ഇടാം. ഞാൻ എൻ്റെ സ്കിൻ കെയർ റൂട്ടീനിൽ ഡെയിലി ഇപ്പോൾ മോർണിംഗിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെറംസ് ഉണ്ട്, അതുപോലെ നൈറ്റിൽ യൂസ് ചെയ്യുന്ന സെറംസ് ഉണ്ട്. മോർണിംഗിൽ മെയിൻ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ കോജിക് ആസിഡ്, പിന്നെ നിയാസിനമൈഡ്. ഇത് മൂന്നുമാണ് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ വൈറ്റമിൻ സി നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സിയും നിങ്ങൾക്ക് ഡെയിലി ഇടാം. എൻ്റെ സ്കിന്നിന് അത് ഇറിറ്റേഷൻ ഉണ്ടാക്കാറുണ്ട്, അതുകൊണ്ട് ഞാൻ വൈറ്റമിൻ സി യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇന്ന് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് നിയാസിനമൈഡ് ആണ്. ഇത് ഓർഡിനറിയുടെ നിയാസിനമൈഡ് ആണ്. ഇത് സ്കിന്നിന്റെ ഒരു കോംപ്ലക്ഷൻ ഈവൻ ഔട്ട് ആക്കാനായിട്ട് നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെറമാണ്. ഒരു 3 ഡ്രോപ്സ് യൂസ് ചെയ്താൽ മതി. ഒത്തിരി ഇങ്ങനെ വിഗറസ് ആയിട്ട് റബ്ബ് ചെയ്യരുത്. കുറച്ച് സർക്കുലർ മോഷനിൽ ഇതൊന്ന് നന്നായിട്ട് അബ്സോർബ് ചെയ്യിപ്പിച്ച ശേഷം പിന്നെ നമുക്കൊന്ന് പാഡ് ഡ്രൈ ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഐ ക്രീമാണ്. ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യാറുള്ള പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഓർഡിനറിയുടെ ഈ കഫീൻ സൊല്യൂഷൻ യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ഗാർണിയറിന്റെ ഈ വൈറ്റമിൻ സി ഐ ക്രീമും യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ സ്കിന്നിന് വൈറ്റമിൻ സി സെറം അലർജിക്ക് ആണെങ്കിലും ഇത് വർക്ക് ആവാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഈ വൈറ്റമിൻ സി ആണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസിംഗ് ആണ്. മോയ്സ്ചറൈസിംഗിൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന 2 പ്രോഡക്റ്റ് ആണ്. ഒന്ന് ഫെയ്ഡ് ഔട്ട്. ഇത് സ്കിൻ ബ്രൈറ്റൻ ആക്കാനും പോർച്ചൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്യാനും വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഇത് കോസാറക്സിന്റെ സ്നെയിൽ മ്യൂസിൻ, ഒത്തിരി വൈറൽ ആയ ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാറുണ്ട്. ഞാൻ ഫസ്റ്റ് സ്നെയിൽ മ്യൂസിൻ യൂസ് ചെയ്യും, എന്നിട്ട് ഫെയ്ഡ് ഔട്ട് ഇടാറാണ് പതിവ്. അപ്പോൾ സ്നെയിൽ മ്യൂസിൻ യൂസ് ചെയ്യാം. നമ്മൾ ഈ പ്രോഡക്റ്റ് ഇടുമ്പോൾ കഴുത്തിലും കൂടി ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ഞാൻ ഫെയ്ഡ് ഔട്ട് ഇടാൻ പോവുകയാണ്. നന്നായിട്ട് മസാജ് ചെയ്ത് നമുക്കിത് സ്കിന്നിൽ പിടിപ്പിക്കാം. അപ്പോൾ ഇതാണ് മോയ്സ്ചറൈസിംഗിന്റെ സ്റ്റെപ്പ്. ഇത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് സൺസ്ക്രീൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. SPF 30 or പ്ലസ് ഉള്ള സൺസ്ക്രീൻ എപ്പോഴും തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ പുറത്തൊന്നും പോകുന്നില്ല, വീടിനകത്ത് തന്നെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു SPF 30 മതിയാവും. പക്ഷെ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ഒത്തിരി സണ്ണിനൊക്കെ എക്സ്പോസ്ഡ് ആവുന്നുണ്ടെങ്കിൽ SPF 50 ആയിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുക. അതുപോലെ പിന്നെ ഒത്തിരി വൈറ്റ് കാസ്റ്റ് ഒക്കെ ഉള്ളത് അല്ലെങ്കിൽ ഒത്തിരി സ്കിന്നിനെ ടൈറ്റ് ആക്കുന്ന രീതിയിലുള്ള സൺസ്ക്രീൻ അവോയ്ഡ് ചെയ്യുക. ഞാൻ ഇതുപോലെ ഇതിന് മുന്നേ യൂസ് ചെയ്തിരുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ വെയിലത്ത് പോകുമ്പോഴത്തേക്കും അത് ഉരുകി
ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കണ്ണിലോട്ടൊക്കെ വരുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇറിറ്റേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ വൈറ്റ് കാസ്റ്റ് മിനിമൈസ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുക. സൺസ്ക്രീൻ ഇട്ട് തുടങ്ങുക എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കിന്നിന് ഒത്തിരി ചേഞ്ചസ് ഉണ്ടാക്കും. അതെന്ന് പറയുന്നത് നിങ്ങൾക്ക് വിസിബിളി ഒത്തിരി ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ സൂപ്പർ കൂപ്പിന്റെ പ്ലേ എന്ന് പറയുന്നതാണ്. ഇതൊരു സെഫോറയുടെ പ്രോഡക്റ്റ് ആണ്. ഇതിന് മിനിമം വൈറ്റ് കാസ്റ്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്കിത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, ഇടാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. പിന്നെ നമ്മളിൽ പലർക്കും സംശയമുള്ള ഒരു കാര്യമാണ് വിന്ററിൽ സൺസ്ക്രീൻ ഇടണോ എന്നുള്ളത്. ശരിക്കും വിന്ററിൽ നമ്മൾ സൺസ്ക്രീൻ ഇടണം. അപ്പോൾ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സൺസ്ക്രീൻ ഇടുമ്പോൾ മുഖത്ത് മാത്രമല്ല ഈ ചെവിയുടെ ഈ സൈഡിലും പിന്നെ കഴുത്തിലും നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്യണം സൺസ്ക്രീൻ. നല്ലൊരു സ്കിൻ കെയർ ചെയ്താൽ തന്നെ നമുക്ക് സ്കിന്നിന് ഒത്തിരി ഗ്ലോ ആയിട്ട് തോന്നും. അതുപോലെ തന്നെ നമുക്ക് മേക്കപ്പ് പിന്നെ വളരെ കുറച്ച് യൂസ് ചെയ്താൽ മതിയായിരിക്കും. ഞാൻ അങ്ങനെ ഡെയിലി ഒത്തിരി മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല. പക്ഷെ സ്കിൻ കെയർ മസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യാറുണ്ട്. ഒരു കഴിഞ്ഞ 3 years ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എത്ര ടൈം ഇല്ലെങ്കിൽ പോലും കുറച്ച് ടൈം ഇതിനു വേണ്ടി എന്തായാലും മാറ്റി വെക്കാറുണ്ട്. നിങ്ങളും ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം സ്കിന്നിനെ പാമ്പർ ചെയ്യുന്നു, സ്കിന്ന് നമുക്ക് അത്രത്തോളം റിസൾട്ട് തരും. അത് 100% ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്കിന്നിന് എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ എന്തുവാണ്, നിങ്ങൾ അതിന് മടിച്ചിരിക്കരുത്. ഉറപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. സ്കിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് തരുന്നതാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലിപ് ബാം ആണ്. അപ്പോൾ മെയിനായിട്ടും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ഈ ജാക്ക് ബ്ലാക്കിന്റെ ഒരു ലിപ് ബാം ഉണ്ട്. ഇതിനകത്ത് SPF 20 ഉണ്ട്. ഇതും സെഫോറയുടെ ഒരു പ്രോഡക്റ്റ് ആണ്. ഈ ഒരു പ്രോഡക്റ്റ് ഡേ ടൈമിൽ നമുക്ക് സണ്ണിന് എക്സ്പോസ്ഡ് ആയാലും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. എൻ്റെ ലിപ്പ് അത്യാവശ്യം നന്നായിട്ട് പിഗ്മെന്റഡ് ആയിട്ടുള്ള ലിപ്പാണ്. പ്രോഡക്റ്റ് അതൊന്ന് മിനിമൈസ് ചെയ്യാനായിട്ട് കുറച്ചെങ്കിലും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു പ്രോഡക്റ്റ് കൂടാതെ ഞാൻ യൂസ് ചെയ്യുന്ന വേറൊരു നല്ല പ്രോഡക്റ്റ് ആണ് ഈ ലനേഷിന്റെ ലിപ് ഗ്ലോ ബാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. ഇതും ഒത്തിരി ഡ്രൈ ലിപ്സ് ഉള്ളവർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. വളരെ നന്നായിട്ട് റിസൾട്ട് കിട്ടും. ഇത് ഞാൻ എപ്പോഴും എൻ്റെ പോക്കറ്റിൽ ഇട്ടേക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ത്രൂ ദ ഡേ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എപ്പോഴൊക്കെ ഡ്രൈ ആവുന്നുണ്ടോ തോന്നുന്നു അപ്പോഴേക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറഞ്ഞാൽ. ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നു എന്നുള്ളതിലല്ല കാര്യം, ഇത്ര കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ അത് ചെയ്യുന്നു എന്നുള്ളതിലാണ് സ്കിൻ കെയറിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇരിക്കുന്നത്. മാക്സിമം നിങ്ങൾ ഇതിൽ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഇത്രയും സ്റ്റെപ്പ് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും ബേസിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ക്ലെൻസ് ചെയ്യുക, അതുപോലെ തന്നെ മോയ്സ്ചറൈസർ ഇടുക, സൺസ്ക്രീൻ ഇടുക, ലിപ് ബാം ഇടുക. മിനിമം ഇത്രയെങ്കിലും ചെയ്തിരിക്കുക. കുറച്ചും കൂടി ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കറക്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. കഴിഞ്ഞ വീഡിയോക്കകത്ത് എനിക്കൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, ഈ സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് പോകാവോ എന്നുള്ളത്. ഉറപ്പായിട്ട് നമുക്ക് പുറത്ത് പോകാൻ പറ്റും. നമ്മൾ നന്നായിട്ട് ഒരു സൺസ്ക്രീനും കൂടെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇതുപോലെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാം. എന്റെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരേക്കും ബൈ.